നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ഞാൻ സുനീഷ് തമ്പാൻ. ഇന്ന് ഡേറ്റ് 15/5/2024 15, അതായത് ശുക്രൻ്റെ ഒരു നല്ല ഒരു ദിവസം തന്നെയാണ്. നമുക്ക് അതിനെക്കുറിച്ചിട്ട് പറയാം. നമുക്ക് എന്തായാലും ഫോണിൻ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ പറയാം. 80 86 89 70 30. ഒന്നുകൂടി പറയാം, 80 86 89 70 30. ഇതാണ് നിങ്ങൾ ഫോണിൻ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 15, അതായത് ശുക്രൻ്റെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എനർജിയാണ് 15. അതിന് പിന്നെ പവർഫുള്ളായിട്ടുള്ള എനർജി ആണെങ്കിലും ഈ കൺട്രി, അതായത് രാജ്യങ്ങളുടെ പേരിലൊക്കെ അതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്തായാലും 15 എന്ന ഒരു ഡേറ്റിൽ ജനിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവന് ഫാമിലി, വ്യക്തിബന്ധങ്ങൾ, അതുപോലെ ഫാഷൻ, ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഇതുപോലെയുള്ള ഒരു എന്താ പറയുക, ശുക്രൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ശുക്രാചാര്യൻ, അസുര ഗുരുവായിട്ടുള്ള ശുക്രാചാര്യരുടെ ഞാൻ നേടി അതിനുശേഷം മതി ബാക്കിയുള്ളത് എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. എന്ന് വെച്ചിട്ട് എന്താ പറയുക, ദയയില്ല എന്നൊന്നും അർത്ഥമില്ല. തീർച്ചയായിട്ടും ദയ, അനുകമ്പ ഒക്കെയുള്ള ആൾക്കാരായിരിക്കും. എന്നിരുന്നാലും ലക്ഷറിയും സമ്പത്തും അല്ലെങ്കിൽ ഫാമിലിയും ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വ്യക്തിത്വങ്ങളായിരിക്കും ഈ 15 എന്നത്. അപ്പോൾ നമുക്കൊരു കോൾ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കോളിലേക്ക് പോകാം ആദ്യം തന്നെ. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? വനജ. വനജ എവിടെ നിന്നാണ്? എവിടെ? തൃത്താല. ഓക്കെ, പട്ടാമ്പി. ഓക്കെ, വനജയ്ക്ക് എന്താ അറിയേണ്ടത്? നിങ്ങളുടെ കാര്യം മകൻ്റെതാ? ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറയും മകൻ്റെ. 31/8/2005 അല്ലേ? ഓക്കെ. പിന്നെ മകൻ്റെ പേരെന്താണ് ഇപ്പോഴുള്ളത്? അഭിനന്ദ്. ABHINAND അല്ലേ? ആ, ABH അല്ലേ? അതെ, ഞാൻ പറഞ്ഞല്ലോ H. അതെ, ഞാൻ H പറഞ്ഞിട്ടുണ്ടായിരുന്നു. ABHINAND. ഇനീഷ്യൽ എന്താണ്? സെക്കൻഡ് നെയിം എന്താണ്? EV. VV അല്ലേ? VV. ഓക്കെ, ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ശരി. ഈ വി എന്നുള്ളത് എന്താണ്? ഫാദറിന്റെ പേരാണോ കുട്ടിയുടെ? പേര് പറയാ. പിന്നെ വീട് ബി എന്നാണോ? ബി ഫോർ ബോളിന്റെ ബി ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതെ, ബാലകൃഷ്ണന് ബി ആണല്ലോ വേണ്ടത്. ഓക്കെ, പിന്നെ വി വി എന്നാണോ ബി വി എന്നാണോ? എന്തായിരുന്നു ഇനീഷ്യല്? വി ഫോർ വിക്ടറി, ബി ഫോർ ബോൾ അല്ലേ? അതെ, അതന്നെ. ആ സ്പെല്ലിങ് ഇത് ചെയ്യുന്നത് വി ഫോർ വിക്ടറി അല്ലേ? ബി ഫോർ ബോൾ അല്ലേ? ആ 2 ലെറ്റർ ആണല്ലോ. ഓക്കെ, ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ഒന്നുകൂടി ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഒരു എബോ ആവറേജ് ആയിട്ടുള്ള പേരായിട്ട് വരും കേട്ടോ. 5ന്റെ എനർജിയിലാണ്. കുഴപ്പമൊന്നുമില്ല, പേരിൽ ഒരു 70% നല്ല പേരാണ്. എന്ന് വെച്ചിട്ട് മോസ്റ്റ് ലക്കിയസ്റ്റ് പേര് ആണെന്ന് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഇപ്പോഴും ഒരു കുഴപ്പമില്ലാത്ത ഒരു പേര് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതിൽ മാറ്റം വരുത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അതാണ്. വേറെ എന്താണ് അറിയേണ്ടത്? വേറെ പേര് പിന്നെ ഇല്ല, വേറൊരാള് ഇല്ല. ഞാൻ ഈ പേരിൽ തന്നെയാണോ ചെക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ ചോദിക്കുന്നത്. വേണ്ടല്ലോ, ഇതൊരു ഇപ്പൊ ഇത് അതെ ഒരു എബോ
വേറെ ഒരു എബോ ആവറേജ് ആയിട്ടുള്ള പേരുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അതുമായിട്ട് പോവാം. പിന്നെ ഒരു 100% നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ളതെങ്കിൽ നിങ്ങളൊരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ അത് സമയമെടുക്കും. ഇപ്പം നമുക്കിങ്ങനെ VB എന്നാണ് ഉള്ളത് എങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. മകൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്കൊക്കെ അവന് ഉയരാനൊക്കെ സാധിക്കും. ആ എനർജിയൊക്കെ ഇതിൽ കാണുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും വിളിച്ചതിൽ സന്തോഷം. പിന്നീട് ഒരു പ്രാവശ്യം കൂടി വിളിക്കുമോ നമുക്ക് നോക്കാം, നിങ്ങൾ അടുത്ത് പറഞ്ഞ ആളുടെ ഇവിടെ. ഓക്കെ, എന്തായാലും വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, അപ്പോൾ വിളിച്ചത് അഭിനവിൻ്റെ അമ്മ വനജയാണ്. അപ്പോൾ അവരുടെ എന്താ പറയുക, ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ഒരു പവർഫുൾ ആയിട്ടുള്ളതാണ്. ഓൾറെഡി ആ 4ൻ്റെയും 1ൻ്റെയും കൂടിച്ചേരലാണ്. 4ൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജി പറഞ്ഞു കഴിഞ്ഞാൽ 1ൻ്റെ കൂടിച്ചേരൽ തന്നെയാണ്. കാരണം രാഹുവും സൂര്യനും എപ്പോഴും പിന്നെ പരസ്പരം നല്ല സപ്പോർട്ടീവാണ്. അത് എസ്പെഷ്യലി നമ്മുടെ ഈ ന്യൂമറോളജിയിൽ കുറച്ചുകൂടി പവർഫുള്ളാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാനും പിന്നെ ബിസിനസ് മൈൻഡ് വളരെ പവർഫുള്ളായിട്ടുള്ള ബിസിനസ് മൈൻഡായിരിക്കും. അധികം ഇമോഷണലി കിടന്നിട്ട് അതൊന്നുമല്ല, നമുക്ക് കൃത്യമായിട്ടുള്ള ലോജിക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യണം അതിനെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് സമീപിക്കുക, അതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുക, പിന്നെ സ്വന്തം ദീർഘവീക്ഷണമുള്ള വ്യക്തിയായിട്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ അതിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഒരു ലീഡിങ് നിരയിൽ അല്ലെങ്കിൽ ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന വിധത്തിൽ ഏത് സ്ഥാപനത്തിനും എന്ത് വർക്കായി കഴിഞ്ഞാലും അവരതിൻ്റെ മുകളിലേക്ക് കയറി വരാനുള്ള ഒരു എനർജി ആ ഒരു കൂടിച്ചേരലുണ്ട് എന്ന് വെച്ചിട്ട് പിന്നെ എല്ലാ തരത്തിലും നമുക്കതിൻ്റെ ഗുണമില്ല. മറ്റ് പല ദോഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഫ്ലെക്സിബിളും അല്ലെങ്കിൽ എൻജോയബിൾ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കില്ല. ഭയങ്കര നമ്മൾ പൊതുവേ പറയാറില്ലേ, നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വ്യക്തിത്വം എന്നൊക്കെ, അതുപോലെയുള്ള ഒരു വ്യക്തിത്വമായിരിക്കും. തീർച്ചയായിട്ടും എല്ലാ തരത്തിലുള്ള ആൾക്കാരും നമുക്ക് വേണം അല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു കോള് വന്നിട്ടുണ്ട്. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ. ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ജോളിയാണ്. ജോണി എവിടെ നിന്നാണ്? ജോളി. ഓക്കെ. ഞാൻ വയനാട്ടിലാണ്, മാനന്തവാടി. മാനന്തവാടി അല്ലേ. ഓക്കെ. ആരുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്? എൻ്റെ കാര്യം തന്നെയാ. ഓക്കെ. സെക്കൻഡ് നെയിം അല്ലെങ്കിൽ സർനെയിം എന്താണ് കൊടുത്തിരിക്കുന്നത്? എന്തോ ജോളി MC അല്ലേ? NC N ഫോർ നാഷൻ അല്ലേ? NC. ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 17/3/1970. 17/3/1970. ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ആയിക്കോട്ടെ. നമസ്കാരം, കേൾക്കാമോ? ജോളി JOLLY അല്ലേ? അങ്ങനല്ലേ? LLY NC. അപ്പോൾ അതിൽ പേരിൽ വലിയ കുഴപ്പമില്ല. പേര് നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആകുന്നതാണ്. ആഗ്രഹിക്കുന്ന കാര്യത്തിനൊക്കെ നിങ്ങളെ കൊണ്ടുപോകാനുള്ള എനർജി ഉണ്ട്. പക്ഷേ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കാര്യത്തിൽ വലിയ ആ ഒരു എനർജി, അതായത് 8ൻ്റെയും 1ൻ്റെയും കൂടിച്ചേരലാണ്. പേഴ്സണാലിറ്റി നമ്പർ 8ഉം ലൈഫ് പാത്ത് നമ്പർ 1ഉം ആണ്. ഒരുപാട് അറിവുകൾ ശേഖരിക്കാനുള്ള ഒരു എനർജിയാണ് ഇതിൽ. ഓരോ കാര്യത്തിനെക്കുറിച്ചും സൂക്ഷ്മമായി പഠിച്ചെടുക്കാനും ഇതിനൊക്കെയുള്ള ഇതുണ്ട്. പക്ഷേ നമുക്ക് കരിയർ ലെവലിലേക്ക് കയറുമ്പോഴേക്കും പിന്നെ ചിലപ്പോൾ കാലതാമസം ഉണ്ടാകാവുന്ന ഒരു എനർജി കൂടിയാണ്. പക്ഷേ പേര് ഒരു ബെസ്റ്റായിട്ടുള്ള പേര് നിങ്ങൾക്ക് വന്നതുകൊണ്ട് തന്നെ കാര്യങ്ങളെ എന്താ പറയുക, ഉദ്ദേശിക്കുന്ന രീതിയിൽ ഘട്ടം ഘട്ടമായിട്ടായാലും കയറി വരാനുള്ള എനർജി അതിൽ കാണാം. അപ്പോൾ അതാണ് പറയേണ്ടത്. ഇപ്പോൾ പേരിൻ്റെ മാറ്റത്തിന് ആഗ്രഹിച്ചിട്ടാണോ വിളിക്കുന്നത്? മെച്ചൊന്നും കാണുന്നില്ല, അതുകൊണ്ടാണ് വിളിച്ചു നോക്കിയത്. ഈ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെയാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര 8ഉം 1ഉം, അതായത് ശനിയുടെ എനർജിയും പിന്നെ സൂര്യൻ്റെ എനർജിയും അത് രണ്ടും കൂടിച്ചേരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ സ്ട്രഗിളിംഗ് ആണ്, കാലതാമസമാണ് ഫലം. എന്നിരുന്നാലും പേരിൻ്റെ ഇതിൽ ഞാൻ പേരിൻ്റെ ഇതിൽ കാര്യമായ ദോഷങ്ങൾ ഇല്ല, അത്രയാണ് പറയേണ്ടത്. പക്ഷേ ഈ ഡേറ്റ് ഓഫ് ബർത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് വേണമെങ്കിൽ എനിക്ക് നല്ല രത്നക്കല്ല് സ്റ്റോണുകൾ നിർദ്ദേശിക്കാൻ വേണ്ടി പറ്റും. ഇതിനെ കുറച്ചും കൂടി എളുപ്പമാക്കാൻ. പക്ഷേ
കേൾക്കുന്നില്ല. സ്റ്റോണില്ലേ, സ്റ്റോൺ നിങ്ങൾ ധരിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് നല്ല കൃത്യമായിട്ടുള്ള ഒരു സ്റ്റോൺ നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ വേണ്ടി പറ്റും. അത് ഏത് സ്റ്റോൺ ആണ്? പിന്നെ ബ്ലൂ സഫയർ എന്ന് പറഞ്ഞ ഒരു സ്റ്റോൺ ധരിക്കുകയാണെങ്കിൽ കൂടുതൽ നിങ്ങളെ കാര്യങ്ങളെ എളുപ്പമാക്കി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്റ്റോണാണ് ബ്ലൂ സഫയർ, ഇന്ദ്രനീലം. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോണാണ്. ഒരു 3 ക്യാരറ്റെങ്കിലും ഉള്ളത് ധരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ധരിക്കേണ്ടത് ശനിയാഴ്ച ദിവസമാണ്. ശനിയാഴ്ച ദിവസം സൂര്യോദയത്തിന് മുൻപേ ധരിക്കണം. തലേ ദിവസം ഒരു ശുദ്ധ ജലത്തിലിട്ട് വെക്കുക. എന്നിട്ട് എന്താ പറയുക, നിങ്ങൾ മാതാവിനെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ മാതാവിനെ പ്രാർത്ഥിച്ചതിന് ശേഷം എടുത്ത് സൂപ്പർ നാച്ചുറൽ പവർ, അതായത് ജീസസിനെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ധരിക്കേണ്ടത്. അതൊരു ശുക്ലപക്ഷത്തിൽ ആയിരിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. ആക്ച്വലി ഇപ്പോഴും ശുക്ലപക്ഷമാണ്. ശുക്ലപക്ഷം അതായത് അമാവാസി കഴിഞ്ഞിട്ട് ചന്ദ്രൻ വലുതായിക്കൊണ്ടിരിക്കുന്ന പൗർണമി വരെയുള്ള ഒരു പീരീഡാണ് ശുക്ലപക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പീരീഡിൽ ചെയ്യണം. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഇന്നത്തെ ദിവസങ്ങളൊക്കെ കടന്നു പോകുന്ന ശുക്ലപക്ഷത്തിലൂടെയാണ്. അങ്ങനെയുള്ള ഒരു പീരീഡിൽ ശനിയാഴ്ച ദിവസം ആണ് ഇത് ധരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത്. ഇത് സിൽവറിൽ ധരിക്കുന്നത് ആണ് ഏറ്റവും നല്ലത്. അതായത് വലത് കൈയിൽ നടുവിരലിലാണ് ഈ സ്റ്റോൺ ധരിക്കേണ്ടത്. എന്താണ്? സ്ഥിരം ഉപയോഗിക്കാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി പ്രകാരം സ്ഥിരം ഉപയോഗിക്കാം. അത് എന്താ പറയുക, അത് ധരിക്കുന്ന സമയത്ത് അതിനെ കുറച്ചുകൂടി ഭംഗിയായിട്ട് ധരിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളോടുകൂടി. കാരണം കുറച്ച് ശക്തി കൂടിയ ഒരു സ്റ്റോൺ കൂടിയാണ്. സ്റ്റോണിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഡയമണ്ട് ആയാലും ഈ ഇന്ദ്രനീലായാലും കുറച്ച് പവർഫുള്ളായിട്ടുള്ളൊരു എനർജിയാണത്. അപ്പോൾ അത് ധരിക്കുക. അപ്പോൾ അതിനോടുള്ള ഒരു റെസ്പെക്റ്റോടു കൂടി തന്നെ ധരിക്കുക. അത് കാര്യങ്ങളെ കൂടുതൽ എളുപ്പമാക്കി തരും. പൊതുവേ ഈ 8ൻ്റെയും 1ൻ്റെയും കൂടിച്ചേരൽ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ ശേഖരിക്കാം എന്നാണ് പൊതുവേ. അത് നിങ്ങളുടെ കാരിയറിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ തന്നെ സ്ട്രഗിളിങ് ചെയ്യുന്ന അവസ്ഥയാണ് അതിൽ കൂടുതലും കാണുന്നത്. അപ്പോൾ അത് എപ്പോഴും നിങ്ങളെ ഫോളോ ചെയ്യും. പക്ഷേ ഒരു ഗുരുവായിട്ടിരിക്കാൻ, മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ ഇരുന്നുകൊണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, സാമ്പത്തികമായിട്ട് ഗുണമുണ്ടാവോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. പക്ഷെ നമുക്ക് അതാണല്ലോ അല്ലേ നമ്മുടെ ജീവിതത്തിൽ കുറച്ചുകൂടി അതൊക്കെയാണ് വേണ്ടത്. പക്ഷേ ഇങ്ങനെ ഗുരുസ്ഥാനത്തിലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല പവർഫുള്ളായിട്ടുള്ള എനർജി ഇതിലുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ഈ സ്റ്റോൺ ഒന്ന് ഇട്ട് നോക്കൂ. സ്റ്റോൺ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിനെ കുറേ കൂടി എളുപ്പമാക്കും. ഓക്കെ. അപ്പോൾ ഈ ജോളി NC എന്നുള്ള പേര് അങ്ങനെ മാറ്റണമെന്നില്ല. ഇത് തന്നെ നിങ്ങൾ എല്ലാ സ്ഥലത്തും ഉപയോഗിച്ചോളൂ. അത് മാറ്റേണ്ട കാര്യമില്ല. കാരണം അത് ഒരു മോശമായിട്ടുള്ള ഇതിലല്ല ഉള്ളത്. ആ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ എനർജി അതുമാത്രം ഒരു വലിയ 2 എനർജിയാണ്. നമ്മൾ ന്യൂമറോളജിയിൽ തന്നെ വലിയ ഒരു എനർജിയാണ് 8 എന്നത്. അതുപോലെ 1 എന്നുള്ളതും അതുപോലെ വലിയ, പക്ഷെ അതും പരസ്പരം ഒരു വൈരുദ്ധ്യമായിട്ടുള്ള 2 എനർജിയാണ്. പക്ഷെ അത് നമ്മൾ വളരെ കൃത്യമായിരിക്കണം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് പോകാം. ഒരു ശക്തമായ ലീഡർ നിങ്ങളിൽ ഉണ്ട്. അപ്പോൾ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി, അതായത് 8, 17 എന്ന എനർജി പറഞ്ഞാൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവാം. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. ഓക്കെ, എന്തായാലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയതിൽ സന്തോഷം. ഓക്കെ, എന്താ വെച്ച് കഴിഞ്ഞാൽ 8ൻ്റെയും 1ൻ്റെയും അതായത് 17 എന്ന എനർജിയും അത് ടോട്ടൽ വരുന്നത് 1. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ അങ്ങനെയാണ്. കുറേ അറിവുകൾ ശേഖരിക്കാമെങ്കിലും കാര്യങ്ങളിലേക്ക് അടുക്കുമ്പോൾ കൂടുതൽ സ്ട്രഗിളിങ് വരുന്ന ഒരു എനർജിയാണ്. നമുക്ക് ചെറിയൊരു ബ്രേക്കിന് പോകേണ്ട സമയം, ബ്രേക്കിന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. വെൽക്കം ബാക്ക് ടു പേരിൻ്റെ വിസ്മയം. നമുക്ക് ഒരു കോൾ വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കോളിലേക്ക് തന്നെ ആദ്യം പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ജ്യോതിക, മാനന്തവാടി. ജ്യോതിക, മാനന്തവാടി അല്ലേ? ഓക്കെ. ഹസ്ബൻഡിന്റെ കാര്യം അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. ഹസ്ബൻഡിന്റെ പേര് പറയൂ. രഞ്ജിത്ത് പാറയിൽ. രഞ്ജിത്ത് പാറയിൽ. പാറയിൽ. PARAYIL അല്ലേ? രഞ്ജിത്ത് പാറയിൽ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ രഞ്ജിത്തിന്റെ. 23/3/1964. 1964. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. 23/3/1964.
ഓക്കെ. പിന്നെ രഞ്ജിത്തിൻ്റെ എന്ത് കാര്യമാണ് അറിയേണ്ടത്? ഇപ്പൊ ഹസ്ബൻഡ് പിന്നെ കൊടകിലൊരു പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ മാനന്തവാടി ഒരു കമ്പനി ഉണ്ട്, അതിന്റെ പേര് മിന ടയർ ക്രാഫ്റ്റ് എന്നാണ്, MENA. ഓക്കെ. അപ്പോൾ ഈ ഇപ്പോഴത്തെ രഞ്ജിത്ത് പാറയിൽ നിന്നുള്ള പേര് 36 വരുന്ന ഒരു പേരാണ്. പൊതുവേ അതിന് ദോഷം പറയാനില്ല. അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും മികച്ചൊരു ഡേറ്റ് ഓഫ് ബർത്താണ്. 23/5/1 കൂടിച്ചേരലാണ്. അപ്പോൾ അങ്ങനെ ഈ പേരിൽ, അതായത് അദ്ദേഹത്തിൻ്റെ പേരിൽ മാറ്റം വരുത്തേണ്ട ഒരാവശ്യവും ഇല്ല. ഓക്കെ. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളെ കൊണ്ടുപോകാനൊക്കെ സാധിക്കും. ഇനിയിപ്പോൾ കമ്പനിയുടെ പേര് പറ. മിന ടയർ ക്രാഫ്റ്റ്, MENA. വീണ. മിന MENA. മെനാന്നും പറയാ. പേരത് മാത്രമല്ലേ ഉള്ളൂ, ബാക്കി ടയർ ക്രാഫ്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. മീന എന്ന് മാത്രമാണ് നമുക്ക്. അത് നമ്മളിനി പുതിയത് തുടങ്ങുമ്പോ മിനാന്ന് വേണോ മീനാന്ന് വേണോ എന്നാണ് അറിയേണ്ടത്. മനസ്സിലായി മനസ്സിലായി. ഇപ്പോൾ ഉള്ള പേര് തന്നെയാണ് ബെസ്റ്റ് കേട്ടോ. ഇപ്പോൾ ഉള്ള പേര് തന്നെ എന്താ പറയുക, സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സമ്പത്തിനെയൊക്കെ കൊണ്ടുവരാനുള്ള എനർജി അതിൽ കാണുന്നുണ്ട്. അപ്പോൾ MENA അത് മാത്രം വേണ്ട. ഡബിൾ E ആകുമ്പോഴേക്കും അത് നിങ്ങൾക്കൊരു ഒരു കലാരംഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇടാം, അതിന് സപ്പോർട്ടീവാണ്. അതായത് ഇപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ബിസിനസ് ഒന്നുമല്ലല്ലോ ചെയ്യുന്നത്. എന്ത് ബിസിനസ്സാണ് അടുത്ത് തുടങ്ങുന്നത്? ഇത് സെയിം ബിസിനസ് തന്നെയാണ്, ടയറിൻ്റെ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും വേണ്ട. അപ്പോൾ ഇതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള എനർജി തന്നെയാണ്. ഇത് ബിസിനസ് എന്ന നിലയിൽ ഇനിയിപ്പോൾ ടയറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റബ്ബർ അങ്ങനെയുള്ള കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിരുന്നാൽ പോലും ഇത് തന്നെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്പത്തിനെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു നല്ല എനർജി തന്നെയാണ്. ഓക്കെ. അപ്പോൾ അത് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആ മീ എന്ന് എഴുതിയിട്ട് സെപ്പറേറ്റ് അങ്ങനെയാണോ എഴുതുന്നത്, അല്ല ഒന്നിച്ച് തന്നെയാണോ? ഒരുമിച്ച് തന്നെ. മലയാളത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ സാധാരണ ഉപയോഗിക്കുന്നതുകൊണ്ട് MENA ഉപയോഗിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും അത് എന്ത് പ്രൊനൗൺസ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു എനർജി എന്തായാലും പവർഫുള്ളാണ് ന്യൂമറോളജി പ്രകാരം. ഓക്കെ. അപ്പോൾ അതുമായിട്ട് മുൻപ് നമുക്ക് ഡബിൾ E ആണ് ഉണ്ടായിരുന്നത്, പിന്നെ അത് ഇങ്ങനെ ആക്കിയത്. അതെ, ആ ഒരു എനർജിക്ക് തീർച്ചയായിട്ടും അത്ര സപ്പോർട്ടീവ് അല്ല. മീനാന്ന് വരുമ്പോഴേക്കും അത് നിങ്ങളുടെ ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറ്റില്ല. അതിന് മീനാന്നാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എനർജി പ്രകാരം അതിഥി സൽക്കാരം, കലാരംഗം, ഇതിനൊക്കെ സപ്പോർട്ടീവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിന് അന്നേരം വരില്ല. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. ഓക്കെ ഓക്കെ ഓക്കെ. പേരിൻ്റെ വിസ്മയം, തീർച്ചയായിട്ടും പേര് എന്നത് നമ്മൾക്ക് എന്താ പറയുക, ഒരു വ്യക്തിയുടെ പേര് മാത്രമല്ല, കമ്പനിയുടെ പേരും തീർച്ചയായിട്ടും ഇതിനെക്കൊണ്ട് നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ ആക്കാം. അത് മനസ്സിലാക്കിയ ആൾക്കാർ തന്നെയാണ് ഇപ്പം വിളിച്ചത് അല്ലേ. എല്ലാവരും കൂടുതൽ ആൾക്കാർ കുട്ടികളുടെ പേരൊക്കെയാണ്. കുട്ടികളുടെ പേരും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെ ഒരുപാട് പേര് ന്യൂമറോളജി പ്രകാരം അതിൻ്റെ ലെറ്റർ നോക്കിയിട്ടാണ് ഓരോരോ കമ്പനികളുടെ പേരും ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ആ ഒരു കമ്പനിയുടെ പേരിൻ്റെ എനർജി ഉണ്ടല്ലോ, എന്ത് കാര്യമാണ് ചെയ്യുന്നത്, ആരാണ് ചെയ്യുന്നത്, ഈ രണ്ടിൻ്റെയും ഉൾക്കൊണ്ട് മാത്രമാണ് ആ ഒരു പേര് തന്നെ നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റുക. അതുപോലെ ഒരു വ്യക്തി ആണോ ചെയ്യുന്നത്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസൊക്കെ ഉണ്ടാവും. ഇങ്ങനെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിനൊക്കെ ആ ഒരു കാര്യം, അതായത് ആ കമ്പനി എന്താണ് ചെയ്യുന്നത് അതിൻ്റെ എനർജി മാത്രം നോക്കിയാൽ മതി. കാരണം ഒരു ഓണർ മാത്രമായിരിക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു എനർജീനെ എൻഹാൻസ് ചെയ്യുന്ന എനർജി വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് പേരിൻ്റെ വിസ്മയം. നമുക്ക് കമ്പനിയുടെ നെയിമും ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു കോള് വന്നിട്ടുണ്ട്. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എൻ്റെ പേര് ബിനീഷ് PD എന്നാണ്. ബിനീഷ് PV എവിടെ നിന്നാണ്? പാല. PV എന്നാണോ PD എന്നാണോ പറഞ്ഞത്? PD. ദാമോദരന്റെ D, പോലീസിന്റെ P, PD. CNWSH ആണ്. ഓക്കെ 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 ബിനീഷ്. ഓക്കെ.
പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ബിനീഷിൻ്റെ? 3/2/1974. 3/2/1900 എത്ര പറഞ്ഞത്? 1974. ഓക്കെ. പേഴ്സണാലിറ്റി നമ്പർ 3, ലൈഫ് പാത്ത് നമ്പർ 8 വരുന്നത്. 3ൻ്റെയും 8ൻ്റെയും കൂടിച്ചേരലാണ്. അപ്പോൾ ഈ 3ൻ്റെയും 8ൻ്റെയും കൂടിച്ചേരൽ വലിയ ദോഷം പറയാനില്ല. പിന്നെ വ്യാഴത്തിൻ്റെയും ശനിയുടെയും കൂടിച്ചേരലാണ്. ഒരു പവർഫുള്ളായിട്ടുള്ള എനർജിയാണ്. അപ്പോൾ എന്നിരുന്നാലും പേര് പിന്നെ 3 ഉണ്ടായതുകൊണ്ട് തന്നെ, അതായത് പേഴ്സണാലിറ്റിയിൽ 3 ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു ആവറേജ് പേരെന്ന് പറയാം. അത്രമാത്രം, ഒരു എബോ ആവറേജ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. രണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെയാണ്. പക്ഷേ നമ്മളെ ലൈഫ് പാത്തിലുള്ള 8 ശനീശ്വരൻ്റെ എനർജി അവിടെ വരുമ്പം തന്നെ നമുക്ക് അവിടെ ആയിരിക്കണം ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ എനർജിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കാതെയുള്ളൊരു പേരിനെ നമുക്ക് മികച്ചൊരു പേര് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ. അപ്പോൾ ആ പേരിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ബിനീഷിന് ഏറ്റവും നല്ലത് കേട്ടോ. ഇപ്പം 38 എന്ന എനർജിയിലാണ് പേര് വരുന്നത്. 38-ൽ ഒരുപാട് വലിയ ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വമൊക്കെ ഉണ്ട്. പക്ഷെ അത് അവരുടെ എനർജിക്കാണ്. ഇപ്പം പിന്നെ മഹാത്മാഗാന്ധിയുടെ പേരായാലും ഹിറ്റ്ലറുടെ പേരായാലും ഇതിലൊക്കെ 38 എനർജി ഉണ്ട്. പക്ഷേ നമ്മൾക്ക് അത് പിന്നെ അനുകൂലമാകണമെങ്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിന് അനുകൂലമായിട്ടുള്ള ഒരു പേര് ആയിരിക്കണം. അപ്പോൾ 38 ഒരിക്കലും ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കോമ്പിനേഷനിൽ അത് നമുക്ക് അത്ര ബെസ്റ്റാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ. നമുക്ക് എന്ത് മാറ്റമാണ് വരുത്താൻ പറ്റുക? അതായത് ഫാദറിൻ്റെ പേര് വെച്ച് നോക്കാം. ഓ, എന്തോ ഡിസ്റ്റർബായി, സൗണ്ട് ശരിക്കും കേൾക്കാൻ പറ്റിയില്ല. അതൊന്ന് നോക്കാം. ഇല്ല, അതും അത്ര ബെസ്റ്റ് ആവുന്നില്ല. അതിലും കൂടുതൽ സ്ട്രഗിളിങ് ഉള്ളതാവണം. ഓ, അപ്പോൾ അതും നമുക്ക് ബെസ്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ സീന്ന് മാത്രം വെക്കാനും പറ്റുന്നില്ല. പിന്നെ പിന്നെന്താണ് പിന്നെ ഇനീഷ്യൽ എന്തായിരുന്നു പറഞ്ഞത്? സി ആൻഡ് പി അല്ലേ പറഞ്ഞത്? ഫാദറിന്റെ പേരെന്താണ്? അത് വെച്ച് നോക്കാലോ. ദാമോദർ. ഓക്കെ. ഈ ദാമോദരൻ നായറിന് DH കൊടുത്തിട്ടുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് പോലെയാണ്. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. DAMO ഉള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെ വെക്കുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള എനർജി തന്നെയാണ് എന്തായാലും. ഓക്കെ. അപ്പോൾ അത് ഏറ്റവും ബെസ്റ്റാണെന്ന് പറയുന്നില്ല. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഉള്ളതിനും എത്രയോ ബെസ്റ്റ് ആവും. പിന്നെ അതിൻ്റെ കൂടെ ദാമോദരൻ നായർ തന്നെ വെക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ബെസ്റ്റ് എന്നാലും അത് ആവറേജ് ആവുന്നുള്ളൂ. ഓക്കെ. ദാമോദരൻ എന്ന് മാത്രം വെക്കുന്നതാണ് നല്ലത്. ഓക്കെ. പി ഇല്ല, വെറും ദാമോദരൻ. ബിനീഷ് ദാമോദരൻ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല എനർജിയായി തന്നെ ഒരു 55 എന്ന എനർജിയിലാണ് വരുന്നത്. അത് പിന്നെ ഈ ന്യൂമറോളജി പ്രകാരം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു എനർജി ആയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. എന്നിരുന്നാലും ഇപ്പോൾ ഉള്ളതിലും ഏറ്റവും എത്രയോ ബെറ്ററായിട്ട് വന്നത്. ഓക്കെ. അപ്പോൾ അത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. പിന്നെ കൂടുതൽ വിജയങ്ങൾ ഉണ്ടാകും തീർച്ചയായിട്ടും. ഓക്കെ. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ. ഓക്കെ ബിനീഷ്. ഓക്കെ, താങ്ക് യു. പിന്നെ അതാണ് പേരിൻ്റെ വിസ്മയത്തിലേക്ക് നമ്മുടെ പേര് കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതുപോലെ എളുപ്പത്തിൽ പറഞ്ഞ് തീർക്കാൻ വേണ്ടി പറ്റും. അതെന്തായാലും നല്ലൊരു കാര്യം. ഇപ്പോൾ ഈ 3ൻ്റെയും 8ൻ്റെയും കൂടിച്ചേരലിനെ കുറിച്ച് നമുക്ക് കുറച്ച് സംസാരിക്കാം. അതായത് 3 വ്യാഴത്തിൻ്റെ എനർജിയാണ്, 8 പിന്നെ ശനിയുടെ എനർജിയാണ്. ഇത് പൊതുവേ ഈ കൂടിച്ചേരൽ ശനീശ്വരൻ ഉണ്ടെങ്കിലും അതൊരു വലിയ ദോഷം പറയാനില്ല. കാരണം പിന്നെ വ്യാഴമാണ്. വ്യാഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എവിടെയും ഒരു പവർഫുള്ളായിട്ടുള്ള എനർജിയാണ്. പക്ഷേ കുറച്ച് ശാന്തമായിട്ടുള്ള എനർജിയാണ്. വലിയ എനർജി ആണെങ്കിലും
അതൊരു കുറച്ച് ശാന്തതയുള്ള എനർജിയാണ്. അത് ഏതിൻ്റെ കൂടെ നിൽക്കുമ്പോഴും ഒരുവിധം കുഴപ്പമില്ലാതെ 1ൻ്റെ കൂടെ ആണെങ്കിലും നല്ലതാണ്, 2ൻ്റെ കൂടെ ആണെങ്കിലും നല്ലതാണ്. പക്ഷേ പിന്നെ ഈ 3, 6ൻ്റെ കൂടെ വരുമ്പോഴാണ് കുറച്ചെങ്കിലും സ്ട്രഗിളിങ് കൂടുതലായിട്ട് വരിക. അല്ലാതെ 8ൻ്റെ കൂടെ വന്നു കഴിഞ്ഞാലും പൊതുവേ നല്ലതാണ്. അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേരൊക്കെ വെച്ചുകൊണ്ട് അതിനെ മികച്ച രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്കൊരു ചെറിയ ബ്രേക്കിന് പോയിട്ട് ഇവിടെ നിന്ന് തിരിച്ചു വരാം.